ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം ഞാനിന്നിവിടെ ഇട്ടിരിക്കുന്ന വീഡിയോ വേറൊന്നുമല്ല, ഇന്നത്തെ എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാനിന്ന് രാവിലെ ഇവിടെ ഉച്ചക്കലത്തേക്കിനുള്ള ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. നമുക്ക് നല്ല വാള മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കറി വെക്കാൻ വേണ്ടി പോകുന്ന തിരക്കിലാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. അപ്പം നമ്മൾ മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ആയി. പിന്നെ കുറച്ച് പാത്രം അല്ലറ ചില്ലറ പാത്രങ്ങൾ, ഏത് വീട്ടിലാണെങ്കിലും കുക്കിംഗ് കഴിയുമ്പോൾ കുറച്ച് പാത്രങ്ങൾ കാണുമല്ലോ കഴുകാൻ. അപ്പം നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണ് ഗൈസ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇന്നലെ കുറച്ച് ചീനി നമ്മുടെ വയലിൽ നിന്ന് പന്നി ഒരു കഷ്ണം ചീനിയൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് തരാൻ തിന്നാൻ വേണ്ടി. ബാക്കിയെല്ലാം പന്നി കൊണ്ടുപോയി കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ എടുത്തതിനകത്തുനിന്ന് പകുതി ചീനി കിട്ടിയായിരുന്നു. അപ്പം നമ്മളതൊക്കെ വേവിക്കാൻ വേണ്ടി സെറ്റാക്കി. അപ്പോഴത്തേനും അവിടെയൊക്കെ അങ്ങ് ക്ലീൻ ആക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. പിന്നെ അടുക്കളയൊക്കെ തൂത്ത് വാരിയൊക്കെ വന്നപ്പോഴത്തേനും മീൻകറി ഇതുവരെയും തിളച്ചില്ല. മീൻകറി തിളച്ചിട്ട് വേണം നമുക്ക് ചീനിയെ ഗ്യാസിലോട്ട് വെക്കാൻ. അപ്പം ഞാൻ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കുന്നതാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. കതകിൻ്റെ അപ്പുറത്തുകൂടി കാണുന്നത് അത് നമ്മുടെ വയലാണ് ഗൈസ്. അപ്പം ഭയങ്കര ഉച്ചവരെ മഴയൊന്നും ഇല്ലായിരുന്നു. ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ മഴ തുടങ്ങി. നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ ഗൈസ്? മഴയുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ക്യാമറ പോലും ശ്രദ്ധിക്കാതെ അതിസാഹസികമായി എന്താണ് പറയേണ്ടത് തൂക്കിയാണ് ഗൈസ്. അങ്ങനെ ഞാനെല്ലാം അവിടെ എല്ലാം തൂത്തു. ഞാൻ തൂത്ത് ഞാനങ്ങ് പോയെന്ന് തോന്നുന്നു. ഇന്ത്യ വിട്ടെന്ന് തോന്നുന്നു. എന്നെ കാണുന്നില്ലല്ലോ വീഡിയോയിൽ. ഞാൻ വരട്ടെ. അപ്പം ഉച്ച കഴിഞ്ഞ് നല്ല മഴയായിരുന്നു. മഴ തോന്നുന്നതേ ഇല്ല. മഴ പെയ്യും ചാറും തെറ്റിപ്പോയി. മഴ ചാറും തോരും അങ്ങനെ. എന്താ ഗൈസ് ഞാൻ വന്നു. നിങ്ങളെൻ്റെ ചൂല് കണ്ട് നിങ്ങൾ ഞെട്ടിയൊന്നും ചെയ്യുന്നത്. ഞാൻ തൂത്ത് അങ്ങനെ ആയതാണ്. ചൂലിന് നല്ല നീളമുള്ള ചൂലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എല്ലാം ക്ലീൻ ആക്കിയതിന് ശേഷം ഇത് ചാക്ക് എടുത്തിടുകയാണ്. ഞങ്ങളിവിടെ അടുക്കളയിൽ ചാക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴത്തേനും നമ്മൾ എല്ലാം ക്ലിയർ ആയിട്ട് വന്നപ്പോഴത്തേനും മീൻകറി വെന്തു ഗൈസ്. എന്നാലും ഇച്ചിരി കൂടി വറ്റാനുണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരം കൂടി അടുപ്പയിലോട്ട് വെച്ചു. അടുപ്പയിലല്ല, ഗ്യാസിലോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പോയി ഹാളൊക്കെ നമ്മൾ ഹാള് രാവിലെയാണ്, വീടെല്ലാം രാവിലെ ആകുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്യും ഗൈസ്. രാവിലെ എന്ന് പറയുമ്പം ജോലിയെല്ലാം കഴിയുമ്പോൾ നമ്മുടെ വീടെല്ലാം വൃത്തിയാക്കും. അങ്ങനെ ഞാൻ അവിടെ എല്ലാം തൂക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. നിങ്ങൾ വിചാരിക്കും പാവം കൊച്ചെന്ത് അത്ര കഷ്ടപ്പെടുന്നതെന്നല്ലേ. ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ അടപ്പളകും ഗൈസ്. അതാണ് വേറെ സത്യം. അപ്പം ഞാനവിടെ അങ്ങനെ ഇതിനിടെ കൂടി നമ്മൾ അടുക്കളയിലൊക്കെ പോയി മീൻകറി മാറ്റി വെച്ച് ചീനി അടുപ്പിലോട്ട് വെച്ചിട്ട് നമ്മൾ വന്ന് കിടന്നു ഗൈസ്. കാരണം എൻ്റെ അടപ്പിളകി. അങ്ങനെ കുറച്ച് നേരം കിടന്നു കഴിഞ്ഞ് വെളിയിലോട്ട് വന്നപ്പോൾ നല്ല മഴ. എന്നാൽ പിന്നെ വെളിയിൽ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മഴയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചീനി വന്ന് കഴിഞ്ഞ് ചീനിയൊക്കെ ഉടച്ച് ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല മീൻകറിയും ചീനിയും നല്ല കുരുമുളകിട്ട് വറുത്ത മീൻകറി ഉണ്ടായിരുന്നു. അതിന് ശേഷം വൈകിട്ട് നേരത്തെ നമ്മൾ കട്ടനാണ് ഇട്ടത് ഗൈസ്. എന്നിട്ട് വെളിയിൽ വന്നിരുന്ന് മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കാണുമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.